ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തി ചന്ദ്ര ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും സഹിക്കാനാവാതെ അവരങ്ങനെ മനസ്സ് വേദനിച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും. ആ സമയത്താണ് ഒരാൾ അവിടേക്ക് വരുന്നത്. അപ്പോൾ സുധിയെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ സുധി ചെന്നിട്ട് അവൻ്റെ അരികിൽ ചെന്നിട്ട് നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധി, നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് നീ ഫോണിലേക്ക് അതൊക്കെ ഫോണിൽ വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇനി എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ പൈസയുടെ കവർ അവിടെ വെച്ച് മറന്നു, അതിലൊരു 3000 രൂപ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. എന്നും പറഞ്ഞ് അത് അവൻ വാങ്ങിക്കുകയാണ്. ആ സമയത്ത് ആ കവറിൻ്റെ പുറത്ത് രവീന്ദ്രൻ എന്നെഴുതിയിട്ടുള്ളത് കാണാം. നല്ല വ്യക്തമായി തന്നെ സച്ചി അത് കാണുന്നുണ്ട്. അങ്ങനെ ആ കവറ് സുധി കയ്യിൽ വാങ്ങി. എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അതേ സമയത്ത് സച്ചി അവർക്കിടയിലൂടെ വേഗം തന്നെ സുധിയുടെ അരികിലേക്ക് വന്നിട്ട് പറയണം, നോക്കട്ടെ ആ കവർ എന്ന് പറയുമ്പോൾ നീ നോക്കണ്ട എന്നും പറഞ്ഞ് ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് തലയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം സച്ചി ആ കൈ ഇങ്ങനെ അതിൽ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ കുറേ പ്രാവശ്യം നോക്കുന്നുണ്ട്. പക്ഷേ സുധി സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് സച്ചി. അങ്ങനെ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ പേര് സുധി എന്നല്ലടാ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കിയാച്ചാ ഇതിൽ രവീന്ദ്രൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഡ്രൈവർ രവീന്ദ്രൻ. നീ എന്നാടാ ഡ്രൈവർ രവീന്ദ്രനായത് എന്ന് ചോദിക്കുമ്പോൾ സുധി ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കാണ്. അച്ഛാ, ഈ കവറത് നോക്കി, അച്ഛൻ ഈ കവർ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതാ മധുസൂദനൻ അച്ഛന് തന്ന കവറുണ്ടല്ലോ, അതാണിത്. അമ്മയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തില്ലേ, അതേ കവറാണ് ഇത്. ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, ആരാണ് പൈസ എടുത്തതെന്ന്? എനിക്കറിയായിരുന്നു കള്ളം കപ്പലിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് എന്നും പറഞ്ഞ് ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട് സച്ചി. ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നാണം കെട്ട രീതിയിൽ നിൽക്കാണ്. പിന്നീട് നമ്മുടെ രേവതിയുടെ വീട്ടുകാരുടെ തിരിച്ചുള്ള മറുപടിയാണ്. രേവതിയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് നമ്മുടെ രേവതി ആദ്യം തന്നെ പറയുന്നുണ്ട്, എന്താ അമ്മയെ പോലീസിനെ വിളിക്കുന്നില്ല, ഇപ്പം എന്തേ പോലീസിനെ വിളിക്കാനൊന്നും ഇല്ലേ ഇപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയാം, അതെങ്ങനെയാടി രേവതി പറയാം, പുന്നാര മോനല്ലേ കുറ്റം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതായത് നമ്മുടെ രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട്, ദേവു പറയാണ്, അതെ എന്തായിരുന്നു ഇത്ര നേരം ഞങ്ങളൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം എവിടെ നാവൊന്നുമില്ല, എന്തേ നാവ് താഴത്ത് വീണു പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ശരത്ത് പറയാണ്, അതെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു, ഞാൻ ആ ബൈക്ക് മോഷ്ടിച്ച ഉടനെ ആ ഒരു കാരണത്തിൻ്റെ പേരിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. അതിനുശേഷം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരാളെ മുതലും ഞാൻ മോഷ്ടിക്കാൻ നിൽക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, എന്താ ചന്ദ്രൻ നിനക്കൊന്നും പറയാനില്ലേ, ഇത്രയും നേരം എൻ്റെ വളർത്തുദോഷമൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്, എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും കക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ചന്ദ്രൻ, നീ തന്നെയാണ് നിൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ, ആരാണിപ്പോൾ കട്ടും മോഷ്ടിച്ചും ജീവിക്കുന്ന കുടുംബം? ഞങ്ങളുടെ കുടുംബം അങ്ങനെയൊന്നുമില്ല, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ ഇതുവരെ നോക്കിയിട്ടുള്ളത്. തന്നെയല്ല അത്രയും ശരീരത്ത് അത്രയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മറന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ആരുടെ മുന്നിലും കൈനീട്ടാൻ ഇതുവരെയും പോയിട്ടില്ല, ആരുടെ മുന്നിൽ കൈനീട്ടാൻ പോയിട്ട് പിന്നല്ലേ കക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവ് പറയാണ്, എന്തേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അതെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, റോട്ടിലേക്ക് ഇറങ്ങി നോക്ക്, അപ്പം അറിയാം എന്നെ പറ്റിയാണോ നിങ്ങളുടെ മോനെ പറ്റിയാണോ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നത്. തല കുമ്പിട്ടിട്ടായിരിക്കും നിങ്ങൾ നടക്കേണ്ടി വരും. എല്ലാവർക്കും അറിയാം പൈസ എടുത്തിട്ട് ഓടിപ്പോകുന്നത് ആരാണെന്ന്, എല്ലാവർക്കും അറിയാം സ്വന്തം വീട്ടിലെ പൈസ കട്ടുകൊണ്ടുപോയത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ പറയാണ്, എന്തേ ചന്ദ്രൻ നിനക്കൊന്നും പറയാനില്ലേ, നീ കാരണമല്ലേ ഇപ്പം ഈ ഒരു കുടുംബത്തിൽ നീ ഇത്ര അപവാദമൊക്കെ പറഞ്ഞ നീ ഇതാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്ത് ശ്രുതിയോടായിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്, എന്താ സത്യം, എന്താണ് നിങ്ങളാണോ ആ പൈസ എടുത്തത്, നീയാണോ ആ പൈസ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ആ പൈസ എടുത്തിട്ടില്ല എന്ന് വീണ്ടും ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അത് കേൾക്കുമ്പോൾ രവീന്ദ്രന് ദേഷ്യം വരാൻ രവീന്ദ്രൻ അവിടെ നിന്ന് ഓടിച്ചെന്നിട്ട് അവൻ്റെ മുഖത്ത് ഒറ്റയടി അടിക്കുന്നുണ്ട്. എന്താണ് പിന്നെ നീ തെറ്റ് ചെയ്തിട്ട് കള്ളം കൊണ്ട് മറയ്ക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് വീണ്ടും അവനെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുമ്പോൾ സച്ചി അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. പെട്ടെന്നാണ് നമ്മുടെ ചന്ദ്രയുടെ അഭിനയം തുടങ്ങുന്നത്. അങ്ങനെ അവളാണെങ്കിൽ
രണ്ട് കൈ കൊണ്ടും തലയ്ക്ക് നെറ്റിക്കൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് അയ്യോ 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 എന്താ ഞാനിങ്ങനെ മറക്കാൻ കാരണം, അയ്യോ എൻ്റെ ഭാഗത്താ തെറ്റ്, എൻ്റെ ഭാഗത്താ തെറ്റ്, അതെ ഞാൻ തന്നെയാണ് അവന് ആ പൈസ എടുത്ത് കൊടുത്തത്, 1,00,000 രൂപ. അവന് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അവന് ശമ്പളം കിട്ടാൻ നേരം വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ആ പൈസ എടുത്ത് കൊടുത്തത്. എന്ത് പറ്റി, എനിക്ക് എന്താ പറ്റിയത്, ഇവിടെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാനത് മറന്നുപോയി. എന്നാലും ഞാനത് മറക്കാൻ പാടില്ല, എന്തൊരു കഷ്ടം, എന്നാൽ നിനക്കെങ്കിലും അത് ഓർമ്മപ്പെടുത്തിക്കൂടറാ, ഞാൻ മറന്നെങ്കിലും എന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പം ആ സമയത്ത് ശ്രുതി പറയാണ്, അമ്മേ എനിക്ക് ആ പൈസയാണ് എടുത്തു തന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓ എൻ്റെ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണം, ആഹാ എന്താ അഭിനയം, നല്ല അഭിനയം എന്നും പറഞ്ഞിങ്ങനെ പറയണ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ സത്യം തന്നെയാണോ പറയുന്നത്, നീ എടുത്തു കൊടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ രവിയേട്ടാ, ഞാൻ തന്നെ എടുത്തു കൊടുത്തത്, ഞാനത് മറന്നുപോയി. എന്നാലേ ഇത്രയും നേരം നീ ഇവരെ ഈ പാവത്തുങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു, ഒരു കാര്യം ചെയ്യും, നീ അവരോട് മാപ്പ് പറയേ എന്ന് പറയുമ്പോൾ അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു പറച്ചിലായിപ്പോയി. അങ്ങനെ ചന്ദ്ര അപ്പം എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കണം, നിന്നോടാ പറഞ്ഞത് മാപ്പ് പറയാൻ എന്ന് രവീന്ദ്രൻ വീണ്ടും പറയുമ്പോൾ, ശരിയാ ഞാൻ മാപ്പ് പറയണം, ഞാനാ തെറ്റ് ചെയ്തത്, ഞാൻ ഇവരൊക്കെ വിളിച്ചു വരുത്തി ഞാൻ തന്നെയാ തെറ്റ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ് മോനെ ശരത്തെ, നീയെ ക്ഷമിക്ക്, ഞാൻ നിന്നെ തെറ്റുകാരനാക്കി, എന്നോട് ക്ഷമിക്കും മോനെ. അതുപോലെ തന്നെ രേവതിയോട് രേവതി നീ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ, നീ ക്ഷമിക്ക് എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരോടും മാപ്പ് പറയുന്നത് കണ്ട് സച്ചി കൈയടിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ആഹാ എന്താ അഭിനയം, അമ്മയ്ക്ക് വല്ല സിനിമയിലെ നാടകത്തിൽ അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ പറയാണ്, വിടടാ സച്ചി, എന്തായാലും ചിലപ്പോൾ അവള് തന്നെ കൊടുത്തതായിരിക്കും, അത് അങ്ങനെ നുണ പറഞ്ഞതായിരിക്കില്ല എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മ പറയാണ്, ഇത്രയും നാളും എൻ്റെ മക്കളെ ഞാൻ തെറ്റിലൂടെയല്ല വളർത്തിയിട്ടുള്ളത്, മോളെ രേവതി എന്നിട്ട് പിന്നെ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചു എന്നൊരു തെറ്റ് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഞങ്ങളില്ല എന്ന് വിചാരിച്ച് ഞങ്ങളെ തലയിൽ അങ്ങനെ കയറാനൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ രവിയേട്ടാ, മോനെ സച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ, ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ രവിയേട്ടൻ പറയുന്നുണ്ട്. അപ്പം വേണ്ട ഞങ്ങൾ ഇറങ്ങാണ് എന്നും പറഞ്ഞു, വാ മക്കളെ എന്നും പറഞ്ഞിട്ട് രേവതിയുടെ അമ്മ അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും പോയി അതിനുശേഷം രവി അവിടെ നിന്നും പോകുന്നുണ്ട്. അതുപോലെ സച്ചി തൻ്റെ കയ്യിലുള്ള ആ 3000 രൂപ എടുത്തിട്ട്, എടാ കള്ള, നിന്നെ ഞാൻ എടുത്തോളടാ, എന്തായാലും നിന്റെ അമ്മ നിന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിന്നെ ഞാൻ പിന്നീട് എടുത്തോളാം, എന്നടാ നിന്റെ 3000 കുലുവ എന്നും പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ ആ പൈസ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ പൈസ വാങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പം ശ്രുതിക്ക് ദേഷ്യം വന്ന ശ്രുതിയും തൻ്റെ റൂമിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, വളരെ ദേഷ്യത്തോട്. ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വാടാ എൻ്റെ റൂമിലോട്ട് എന്ന് പറഞ്ഞിട്ട് നേരെ ചന്ദ്ര പോവുകയാണ്. ചന്ദ്ര റൂമിലെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും, ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശ്രുതി വന്ന് വേഗം വാതിലടയ്ക്കുന്നുണ്ട്. ആ സമയത്ത്, ഡാ നീ എൻ്റെ പണം മോഷ്ടിച്ചില്ല എന്നും ചോദിച്ച് 2 കവിളിൽ മാറി അടിക്കുന്നുണ്ട്. കവിളിൽ തന്നെയല്ല, ദേഹത്തൊക്കെ ഇങ്ങനെ അടിക്കുകയാണ് കൈകൊണ്ട്, ഒരുപാട് തല്ലുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയ്ക്ക് തന്നെ തൻ്റെ കൈ വേദനിച്ചു. അങ്ങനെ ആ കൈ ഇങ്ങനെ കുടഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നോട് ഈ ക്രൂരത ചെയ്തല്ലേ, വീട്ടിലുള്ള പണം നീ മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എനിക്ക് പറയാനുള്ളൊരു അവസരം താ, അമ്മ എൻ്റെ തല്ലല്ലേ, ഞാൻ പറയട്ടെ എന്നും പറഞ്ഞിട്ട് പറയാണ്. ശ്രുതി എന്നോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, എനിക്ക് വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പണം മോഷ്ടിച്ചത്, ഞാൻ അമ്മയോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്കാണ് അവരെല്ലാവരും വന്നത്, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പറയാണ്, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നമ്മളെക്കാളും തരം താഴ്ന്ന ആൾക്കാരോട് ഞാൻ മാപ്പ് പറയേണ്ടി വന്നു, നീ കാരണം. പിന്നെ ആ സമയത്ത് നിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിലും നിന്നെ ആ സച്ചി നിന്നെ എല്ലൊടിച്ചേനെ, അത് പിന്നെ സാധാരണയാണെന്ന് വിചാരിക്കാം, പക്ഷേ ശ്രുതിയുടെ മുന്നിൽ നിന്റെ വില എന്താവൂടാ, നിനക്ക് പിന്നെ ഒരു വിലയും ഉണ്ടായില്ല, ഒരു കള്ളനായ നിന്റെ കൂടെ അവൾ ജീവിക്കുക, അവൾ നിന്നെ വേണ്ട എന്നും പറഞ്ഞിട്ട് പോകില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇനിയെങ്കിലും നീ ഈ ഒരു ജോലി കണ്ടെത്തി, നിനക്ക് ജോലി ഉണ്ടാകുമ്പോൾ നീ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താതെ, നീ കാരണമാണ് എൻ്റെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്, എന്നെ നീ ഇങ്ങനെ നാണം കെടുത്തത്, നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും, നീ ഒരു കാര്യം ഇത്രയും വേഗം ഒരു ജോലി കണ്ടെത്തി, നിനക്ക് നിന്റെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ നിനക്ക് ഇങ്ങനെ മോഷ്ടിക്കാനൊന്നും തോന്നത്തില്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്രൻ.
ശരി അമ്മേ ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ മോൻ കരയണ്ട എന്നും പറഞ്ഞ് കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. കവിളിലൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കാണ്. എന്നാ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധി ഭയങ്കര വിഷമത്തോടു കൂടി അവിടെയൊന്നും പോകുന്നുണ്ട്. സുധി അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. സുധി ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ എന്തൊക്കെയോ നിൽക്കുന്ന ഒരു ഭാഗം കാണുമ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.